ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 32/25 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 2025 PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യോത്തരങ്ങളാണിവ. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് എക്സാമിന് പോവുക. ആദ്യത്തെ ചോദ്യം, വിൺ പ്ലസ് തലം, വിണ്ടലം, സന്ധി ഏതാണ്? അവിടെ ആദേശസന്ധിയാണ് വരുന്നത്. അടുത്ത ചോദ്യം, ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? നപുംസകം. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. കൂട്ടത്തിൽ പെടാത്തത് വരുന്നത് മഞ്ഞാണ്. ചോദ്യം 94, ശരിയല്ലാത്ത വിപരീത രൂപം ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അണിയം, അമരം, വൃഷ്ടി, സമഷ്ടി, ആദാനം, പ്രദാനം, ഉപജയം, അപചയം. ഇവിടെ ഉപജയം അപജയം നമുക്ക് ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവിടെ ഉപജായാണ് കൊടുത്തിട്ടുള്ളത്, ചായല്ല. ഉപചയം ആയിരുന്നെങ്കിൽ അപചയം വന്നേനെ. ഇവിടെ ഉപജയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരേണ്ടത് പരാജയമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ശരിയല്ലാത്ത വിപരീത രൂപം. ശരിയായത് അണിയം, അമരം, ആദാനം, പ്രദാനം, വൃഷ്ടി, സമഷ്ടി. ഇതെല്ലാം ശരിയായ വിപരീത രൂപങ്ങളാണ്. ചോദ്യം 95, ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏത്? ചുട്ടെഴുത്ത് ആ, ഇ, എ. ആ, ഇ, എ ആണ് ചുട്ടെഴുത്തായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം 96, ചതയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്നതിൻ്റെ അർത്ഥമാണ് ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ചോദ്യം 97, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. നേതാവ്, നേത്രി കറക്റ്റാണ്. വിദ്വാൻ, വിദുഷി ശരിയാണ്. അപായം, ഉപായം കറക്റ്റാണ്. കവിയിത്രി, കവി, കവിയിത്രി. കവിയുടെ എതിർലിംഗ രൂപമായിട്ട് വരേണ്ടത് കവയിത്രിയാണ്. കവിയിത്രി എന്ന് വേണ്ട. വാ മതി, വി വേണ്ട. അതുകൊണ്ട് അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ചോദ്യം 98, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപഠിഷു. പിപാസു എന്നതിൻ്റെ അർത്ഥം കുടിക്കാൻ ആഗ്രഹമുള്ളത് എന്നും. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അതിൻ്റെ ഉത്തരം പിപഠിഷു. ചോദ്യം 99, സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ചോദ്യം 100, അവസാനത്തേത് കൊടുത്തിട്ടുള്ളത് ഒരു കടങ്കഥയാണ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ഉത്തരം തെങ്ങ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ഓക്കെ, നമ്മളിന്ന് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയിട്ടുള്ളത്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു, തെങ്ങ്. സലിംഗ ബഹുവചനത്തിൻ്റെ ഡെഫിനിഷൻ, സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. കവിയുടെ എതിർലിംഗ രൂപം കവയിത്രി. ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ചുട്ടെഴുത്തുകൾ ആ, ഇ, എ. വിപരീത രൂപങ്ങളിൽ ശരിയായവ അണിയം, അമരം, ആദാനം, പ്രദാനം, വൃഷ്ടി, സമഷ്ടി. കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ വരുന്നത് മഞ്ഞ് ആണ്. ക്ലീബം എന്നതിൻ്റെ അർത്ഥം നപുംസകം. വിൺ പ്ലസ് തലം, വിണ്ടലം, സന്ധി, ആദേശ സന്ധി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.